ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ, നല്ല തണുപ്പുമായിരുന്നു. അങ്ങനെ പാർക്കുട്ടി എൻ്റെ കൂടെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഓരോ ഗ്ലാസ് ചായ വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായ വെച്ചു. ഞാനും അമ്മയും കൂടെ കുടിക്കുക കേട്ടോ. അമ്മ നേരത്തെ എണീറ്റായിരുന്നു, അപ്പോൾ അമ്മ ചോറിനുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കൊപ്ര പുറകിൽ ഉണക്കാനിട്ടത് അടുപ്പിൻ്റെ ചൂട് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങുമല്ലോ. പിന്നെ തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനും ഏട്ടനും കൂടെ തേങ്ങയൊക്കെ പെറുക്കി കൂട്ടാണ്. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുട്ടിന് തേങ്ങയൊക്കെ ചിരകി വെക്കാമെന്ന്. അങ്ങനെ തേങ്ങയൊക്കെ ചിരകി പിന്നെ പൊടിയും ഒന്ന് സോക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആവുമല്ലോ. പിന്നെ അമ്മ ഉച്ചത്തേക്കുള്ള പരിപാടികളൊക്കെ ചെയ്യാം കേട്ടോ. ചോറിൻ്റെ കറികളൊക്കെ അമ്മയ്ക്കും ഡ്യൂട്ടിക്ക് പോകണം, അച്ഛനും പോകണം. അപ്പോൾ ഈ വക ഐറ്റംസൊക്കെ രാവിലെ റെഡി ആവും കേട്ടോ. അപ്പോഴത്തേക്കും പാറുക്കുട്ടിക്ക് എന്തോ ഒരു വാശി പോലെ. അങ്ങനെ ഞാൻ അവളെ എടുത്ത് താഴേക്ക് ഇറങ്ങി തേങ്ങയൊക്കെ ഇടുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ നമ്മുടെ കാപ്പിത്തോട്ടാണ്. ഈ വർഷത്തെ കാപ്പിയൊക്കെ ഓൾമോസ്റ്റ് പറിച്ച് തീർന്നു കേട്ടോ. അതൊക്കെ അച്ഛനും അമ്മയും കൂടെ തന്നെ ചെയ്യും കേട്ടോ. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവർ ചെയ്യും. പിന്നെ പാറുക്കുട്ടി എൻ്റെ കൂടെ തേങ്ങയൊക്കെ പെറുക്കാൻ കൂടി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ. ഇന്ന് ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കൂടെ റെഡിയാക്കി വെച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കണേ. അങ്ങനെ ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലത്തെ മീനുണ്ടായിരുന്നു വാങ്ങിച്ചത്. അപ്പം മീൻ കറിയും കൂടെ ശരിയാക്കി വെച്ചാൽ ഉച്ചത്തത് എല്ലാം തീർന്നല്ലോ. അങ്ങനെ പുട്ടും മീൻ കറിയും ഇവിടെ റെഡി ആവുന്നുണ്ട്. പിന്നെ ഞാനും പാറുക്കുട്ടി ഏട്ടനൊക്കെ കുളിക്കാൻ പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ കുളിച്ച് പെട്ടെന്ന് തന്നെ അമ്പലത്തിലേക്ക് ഇറങ്ങാമെന്ന് വെച്ചു. മോനെ വിളിച്ചപ്പോൾ അവൻ എണീറ്റില്ല, അവനെ ഉറക്കാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടോ കാണാൻ. ഒരു നാട്ടിൻ പ്രദേശമാണ്. അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുതു കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ആൾ.